ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്ത ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 1 തസ്തികയെ പറ്റിയാണ്. ഈ നവംബർ 30 PSC ഈ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ 272/2020 ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 26,500 രൂപ മുതൽ 56,700 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30/12/2020 ആണ്. അതായത് ഈ ഡിസംബർ മാസം 30 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. SC/STക്കാർക്കും OBCക്കാർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. SC/STക്കാർക്ക് 5 വർഷവും OBCക്കാർക്ക് 3 വർഷവും. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനായി PSC നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗിണ്ടിയിൽ നിന്നുള്ള അപ്പർ സബോർഡിനേറ്റഡ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് ഈക്വലായിട്ട് അംഗീകരിച്ച ഏതെങ്കിലും ഡിപ്ലോമ, അല്ലെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ലോവർ സബോർഡിനേറ്റഡ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ലൈസൻഷ്യേറ്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമ. ഇത്രയുമാണ് നോട്ടിഫിക്കേഷനിൽ PSC ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഉള്ളവർക്ക് ഹയർ അല്ലെങ്കിൽ ഈക്വലൻസ് എന്ന ഓപ്ഷൻ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ടൈം അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം വിളിച്ച കാറ്റഗറി നമ്പർ 515/2012 ആണ്. നോട്ടിഫിക്കേഷൻ വന്നത് 2012 ഒക്ടോബർ 15 എക്സാം നടന്നത് 2014 ജൂലൈ മാസം 17 കട്ട് ഓഫ് മാർക്ക് 50.67 മാർക്കായിരുന്നു. സാമാന്യം ഭേദപ്പെട്ട കട്ട് ഓഫ് മാർക്ക് ഈ പോസ്റ്റിന് വന്നിട്ടുണ്ട്. മാക്സിമം സ്കോർ ചെയ്ത മാർക്ക് 69.67 മാർക്കാണ്. ലിസ്റ്റ് നിലവിൽ വന്നത് 2017 മാർച്ച് 2 ടോട്ടൽ 28 അഡ്വൈസ് ലാസ്റ്റ് ടൈം ഈ പോസ്റ്റിന് പോയിട്ടുണ്ട്. ഈ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് PSC ലാസ്റ്റ് ടൈം ഈ എക്സാമിന് വേണ്ടി പബ്ലിഷ് ചെയ്ത സിലബസാണ്. സിലബസിൽ 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1 മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കോർ സബ്ജക്റ്റുകളും പാർട്ട് 2 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും. ഇത് കൂടാതെ ലാസ്റ്റ് ടൈം എക്സാമിന് അപ്ലൈഡ് സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെയുള്ള സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ തവണ എക്സാം പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പാർട്ട് 1 ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കോർ സബ്ജക്റ്റുകളും അതിൽ നിന്നുള്ള ടോപ്പിക്കുകളും PSC ഈ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മെത്തേഡ്, ഹെൻറി ഫയൽ മാനേജ്മെൻറ്റ് മെത്തേഡ്, അതുപോലെ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്, അതായത് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, CPM, PERT അതുപോലെയുള്ള പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ്, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, ഗെയിം തിയറി അതുപോലെയുള്ള കാര്യങ്ങൾ. അടുത്ത കൊടുത്തിരിക്കുന്നതാണ് മെറ്റീരിയൽ ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് ഈ സെക്ഷനിൽ വരുന്നത്. എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി, ABC അനാലിസിസ്, അതുപോലെ സ്റ്റോർ ലേഔട്ട് അതുപോലെയുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഈ സെക്ഷനിൽ നിന്ന് വരുന്നത്. സിലബസിൽ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് സബ്ജക്റ്റ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒന്ന് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോസസ് പ്ലാനിങ്, പ്ലാന്റ് ലേഔട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. സിലബസിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് മെത്തേഡ് സ്റ്റഡി, വർക്ക് സ്റ്റഡി, പ്രൊഡക്ഷൻ സ്റ്റഡി അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും, പിന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലെ നെക്സ്റ്റ് ടോപ്പിക് ഫണ്ടമെൻ്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ്,
കൺട്രോൾ ചാർട്ടും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. എക്സ് ചാർട്ട്, ആർ ചാർട്ട്, പി ചാർട്ട്, എൻ പി ചാർട്ട്, സി ചാർട്ട് ഒക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് പ്രൊജക്റ്റ് അനാലിസിസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് സിലബസ് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് മെറ്റീരിയൽ സയൻസ്. മെറ്റീരിയൽ സയൻസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് മെറ്റൽസ് ആൻഡ് അലോയ്സ്. ഇതിൽ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, പിന്നെ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീല്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അലോയ്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. ഇതിൽ വരുന്നതാണ് അയൺ കാർബൺ ഡയഗ്രാം, ടി ഡയഗ്രാം, പിന്നെ ഡിഫറെൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, അതൊക്കെ ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അടുത്തത് പ്രോപ്പർട്ടീസ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ടെസ്റ്റിംഗ്, ഇൻസ്പെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. സിലബസ് പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് സബ്ജക്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗേജസ്, കമ്പാരിറ്റേഴ്സ്, അതായത് ഡിഫറെൻറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ പ്ലഗ് ഗേജ്, റിംഗ് ഗേജ്, സ്ക്രൂ പിച്ച് ഗേജ്, അതുപോലെയുള്ള ഗേജസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പാരിറ്റേഴ്സ്, അതൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നെക്സ്റ്റ് വരുന്നതാണ് വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിങ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിങ്, ഡിഫറെൻറ്റ് വെൽഡഡ് ജോയിൻസ്, അതുപോലെ വെൽഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ സോൾഡറിങ്ങും ബ്രേസിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഫൗണ്ടറി. ഫൗണ്ടറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും ക്വസ്റ്റ്യൻസുമാണ് ഈ സെക്ഷനിൽ നിന്ന് വരുന്നത്. അടുത്ത ടോപ്പിക്ക് ബെഞ്ച് വർക്ക് ആൻഡ് ഫിറ്റിംഗ്. ഫിറ്റിംഗ് ഓപ്പറേഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിറ്റിംഗ് ഓപ്പറേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ടൂൾസ് ഇൻ ഫിറ്റിംഗ് ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് മെഷീൻ ടൂൾസ്. മെഷീൻ ടൂൾസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഒന്ന് മെറ്റൽ കട്ടിങ്, ഓർത്തോഗണൽ കട്ടിങ്, ഒബ്ലീക്ക് കട്ടിങ്, ടൂൾ ജോമെട്രി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ലെയ്ത്ത് ആൻഡ് ലെയ്ത്ത് വർക്ക്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെയ്ത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻസ്, ഷേപ്പിംഗ് മെഷീൻസ്, സ്ലോട്ടിംഗ് മെഷീൻസ്, പ്ലാനിങ് മെഷീൻസ്, മില്ലിംഗ് മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ജിഗ്സ് ആൻഡ് ഫിക്ചേഴ്സ്, ഗ്രൈൻഡിങ്, ഡിഫറെൻറ്റ് ലെയ്ത്ത്, ക്യാപ്സ്റ്റൺ ലെയ്ത്തും ടററ്റ് ലെയ്ത്തും, ഓട്ടോമാറ്റിക് ആൻഡ് കോപ്പിയിങ് മെഷീൻസ്, FMS ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം, റോബോട്ട് ആൻഡ് റോബോട്ടിക്സ്, CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ മെഷീൻ ടൂൾസിൽ വരുന്നതാണ്. നെക്സ്റ്റ് സിലബസ് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ഡിഫറെൻറ്റ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. നെക്സ്റ്റ് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്സ്. ഫ്ലൂയിഡ് പ്രഷറും ഡിഫറെൻറ്റ് പ്രഷർ മെഷർമെൻറ്റ്സ് എക്യുപ്മെൻറ്റ്സ് ആണ് ഈ സെക്ഷനിൽ വരുന്നത്. പിന്നെ കൈനമാറ്റിക് ആൻഡ് ഡൈനാമിക് ഫ്ലൂയിഡ് ഫ്ലോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ബെർണോളിസ് തിയറം, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ ഓറിഫൈസസ്, നോച്ചസ്, പൈപ്സ് ആൻഡ് നോസിൽസ്. പിന്നെ വരുന്നത് ഫ്ലൂയിഡ് പവർ, ബേസിക് ലോ, അതിൻ്റെ അപ്ലിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് പവർ. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം, ഹൈഡ്രോളിക് കൺട്രോൾ എലമെൻറ്റ്സ് ആൻഡ് കമ്പോണൻറ്റ്സ്, അതായത് ഹൈഡ്രോളിക് സിസ്റ്റം, അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സ്, പിന്നെ കൺട്രോൾ വാൽവ്സ്, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ന്യൂമാറ്റിക് സിസ്റ്റം. ന്യൂമാറ്റിക് സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം പറഞ്ഞതുപോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ എലമെൻറ്റ്സ്, കമ്പോണൻറ്റ്സ്, കൺട്രോൾ വാൽവ്സ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഇത്രയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ. സിലബസിൽ നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് ഹൈഡ്രോളിക് മെഷീൻസ്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടർബൈൻസ്, അതായത് ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുകൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പമ്പ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്. ഇത്രയാണ് ഹൈഡ്രോളിക് മെഷീൻസിൽ വരുന്നത്. സിലബസിൽ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഇതിൽ വരുന്നത്
എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ടോപ്പിക്കുകളും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ടോപ്പിക്കുകളുമാണ്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഡയറക്റ്റ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ്, പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ, ബ്രിട്ടൈൽ മെറ്റീരിയൽസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻസ്, ഇതൊക്കെയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ, തെർമൽ സ്ട്രെസ്സസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ, പിന്നെ വരുന്നത് ട്രസ് അനാലിസിസ്. ഇതിൽ അടുത്ത് വരുന്ന ടോപ്പിക്ക് ഫ്രിക്ഷൻ. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ച ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്ന ടോപ്പിക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സെക്ഷൻ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്, അത് കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ. അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെക്ഷൻ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ്, അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതുപോലെയുള്ള കാര്യങ്ങൾ. അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റിവറ്റഡ് ജോയിൻറ്റ്സ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്, ഫെയിലിയർ ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്, സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ലീക്ക് പ്രൂഫിംഗ് ടെക്നിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷൻ വെൽഡഡ് ജോയിൻറ്റ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ്, വെൽഡിംഗ് ടേംസ്, പിന്നെ സ്ട്രെങ്ത് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്സാണ് തിൻ സിലിണ്ടേഴ്സ്, ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്, സ്പ്രിങ്സ്, പിന്നെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഡിഫറെൻറ്റ് ബീമുകളുടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, പിന്നെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. പിന്നെ വരുന്ന ടോപ്പിക് കോളം ആൻഡ് സ്ട്രെസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോളംസ്, പിന്നെ ബക്ലിംഗ് ലോഡ്, സ്ലെൻഡർനെസ് റേഷ്യോ, അതുപോലെയുള്ള കാര്യങ്ങളും കോളം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് സിലബസിൽ വരുന്ന സബ്ജക്റ്റ് മെഷീൻ ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് സ്ക്രൂ ത്രെഡ്സ്, സ്ക്രൂ ത്രെഡ്, അതിൻ്റെ ടെർമിനോളജി, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വെൽഡഡ് ജോയിൻ്റ് ആൻഡ് പൈപ്പിംഗ് ലേഔട്ട്, ലിമിറ്റ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസ്, സർഫസ് റഫ്നെസ്, പിന്നെ ജനറൽ ഡിസൈൻ കൺസിഡറേഷൻസ്, ഡിസൈനിലെ ജനറൽ പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ബോൾട്ട്സ്, നട്ട് ആൻഡ് കീ. ബോൾട്ടിൻ്റെയും നട്ടിൻ്റെയും കീയുടെയും ഒക്കെ ഡിസൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഷാഫ്റ്റ്, ടോർഷണൽ സ്ട്രെസ്സസ് ഇൻ ഷാഫ്റ്റ്, ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്, അതൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ കപ്ലിങ്, ബെയറിങ്, ക്യാംസ്. പിന്നെ വരുന്നത് ഗവർണേഴ്സ് ആൻഡ് ഫ്ലൈ വീൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗവർണേഴ്സ്, ഫങ്ഷൻസ് ഓഫ് ഗവർണേഴ്സ്, പിന്നെ ഫ്ലൈ വീലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. പിന്നെ ഈ സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ ബെൽറ്റ് ഡ്രൈവ്സ്, ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രെയിൻസ്. ഇത്രയും കാര്യങ്ങളാണ് മെഷീൻ ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിൽ വരുന്നത്. നെക്സ്റ്റ് സിലബസ് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ, അങ്ങനെ ഡിഫറെൻറ്റ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. പിന്നെ വരുന്ന ടോപ്പിക്ക് ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിൻ, IC എഞ്ചിൻ്റെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസുമാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. പിന്നെ വരുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫറിൽ കണ്ടക്ഷൻ, കൺവെക്ഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ, ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, പിന്നെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, LMTD, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടിൽ വരുന്നത്. പിന്നെ എയർ കംപ്രസർ, എയർ കംപ്രസറിൻ്റെ വർക്കിംഗ്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ എയർ കംപ്രസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിഫറെൻറ്റ് IC എഞ്ചിൻ സിസ്റ്റംസ്, അതായത് ഫ്യൂവൽ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ഗവേണിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് IC എഞ്ചിൻ സിസ്റ്റംസും അതിൻ്റെ കമ്പോണൻസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് തെർമൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ളത് റെഫ്രിജറേഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് റെഫ്രിജറേഷൻ, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റംസ്, പിന്നെ ഡിഫറെൻറ്റ് റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ്, പിന്നെ റെഫ്രിജറൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെഫ്രിജറൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ പഠിക്കാനുള്ളത് സൈക്കോമെട്രി, ഡിഫറെൻറ്റ് സൈക്കോമെട്രിക് പ്രോസസ്സുകൾ,
പിന്നെ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് തെർമൽ എഞ്ചിനീയറിങ്ങിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് പാർട്ട് 1ൻ്റെ സിലബസിൽ PSC കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സിലബസിൻ്റെ പാർട്ട് 2, അതായത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ മെട്രിസസ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസസ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, കോർഡിനേറ്റ് ജോമെട്രി, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഓഫ് ഫങ്ഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് PSC ഈ എക്സാമിന് വേണ്ടിയുള്ള സിലബസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അവസാന ദിവസത്തേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷനുണ്ട് എല്ലാ ഗൈഡ് ലൈൻസും ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സ്ഥിരമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുക. താങ്ക് യു.